അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം എത്തുകയാണ്. ചോദ്യം ഇതാണ്: അഖ്ബിർനി അൻ അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക എന്നതാണ്. ചോദ്യകർത്താവാണെങ്കിലോ ഫുസഹാ ഉൽ യഹൂദി, യഹൂദികളിൽ വേദഗ്രന്ഥങ്ങളിൽ അതീവ പാണ്ഡിത്യവും നൈപുണ്യവുമുള്ള നിപുണനായ ഒരാളാണ് ചോദ്യകർത്താവ്. അൻ അഖ്ലാഖി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുക എന്നതാണ് ചോദ്യം. അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടതെന്നറിയോ? സിഫ്ലി മത്താഅദ് ദുനിയ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ എനിക്ക് നീ പറഞ്ഞു തരാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നഹു ലാ യതയസ്സറു, ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഞാൻ എങ്ങനെ പറഞ്ഞു തരിക? കാരണം എത്രയോ അധികമാണത്. അത് വിശദീകരിച്ച് തരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അശക്തനാണെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ദുനിയാവിനെക്കുറിച്ച് അല്ലാഹു തആല ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നേക്കുന്നത് എങ്ങനെയെന്നറിയോ? ഖുൽ മത്താഉദ് ദുനിയ ഖലീൽ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഖലീലാണ് എന്നാണ്. ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഖലീലാണ്, വളരെ നിസ്സാരമാണ്, വളരെ കുറവാണ് എന്നാണ് അല്ലാഹു തആല ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ഖലീലാണ്, കുറവാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു തആല ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അളീമാണ്, മഹത്താണ്, ഭയങ്കരമാണ്. നിസ്സാരമായതിനെ, കുറച്ചുള്ളതിനെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാ സഹോദര മഹത്തായതിനെ, അതിവിശാലമായതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? ഞാനതിൽ അശക്തനാണ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ബഹുമാനികളെ, എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ചിന്ത എങ്കിൽ നമുക്ക് തെറ്റുപറ്റി. ഏറ്റവും കുറഞ്ഞത് ഹബീബായ തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടായാൽ അത് ചെറിയൊരു അറിവാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന ഒരു അറിവുണ്ടെങ്കിൽ അതൊരു അറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ, യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഷഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.